മനുഷ്യൻ നേരിടുന്നൊരു വലിയ പ്രശ്നമാണെന്ത്, അമിതമായിട്ടുള്ള ചിന്തകൾ തലയിൽ കൊണ്ടെടുക്കാന്നുള്ളത്. അമിതമായ ചിന്തകളുടെ ഭാരം ഇങ്ങനെ തലയിൽ കൊണ്ടെടുക്കാന്ന് മനുഷ്യൻ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. ഒരു കഥ പറഞ്ഞുതരാം ഞാൻ. ഒരു ബുദ്ധ സന്യാസിയും ശിഷ്യനും കൂടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അവരിങ്ങനെ നടന്നു പോണ വഴിക്ക് അവർക്കൊരു നദി ക്രോസ് ചെയ്യാനുണ്ട്. സംസാരിച്ചിങ്ങനെ നടന്നു പോകും. അപ്പോൾ നദി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ഇവരുടെ വസ്ത്രങ്ങളൊക്കെ പൊക്കി ഇങ്ങനെ വെക്കുന്ന സമയത്ത് സുന്ദരിയായിട്ടുള്ള സ്ത്രീ അപ്പുറം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ വന്നിട്ട് ഗുരുവിനോട് ചോദിക്കുകയാണ്, എന്ത്, ഗുരുവെ എന്നും കൂടി എന്ത് ചെയ്യണം, ഒന്ന് നദി ക്രോസ് ചെയ്യാൻ സഹായിക്കണം, കാരണം അരയോളം വെള്ളമുണ്ട്, ഒഴുക്കുണ്ട്, അപ്പോൾ ഇന്നും കൂടി ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു ഒരു പ്രയാസവും കൂടാതെ എന്ത് ചെയ്തു, ആ സ്ത്രീയെ തൻ്റെ തോളിലിട്ട് നദി ക്രോസ് ചെയ്ത് അവിടെ ഇറക്കി വെച്ചു, നടത്തം തുടർന്നു. ശിഷ്യൻ ആകെ കൺഫ്യൂസ്ഡായി. ശിഷ്യൻ്റെ പ്രശ്നം ഇതാണ്, അന്യ സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ല, അന്യ സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ല എന്നിരിക്കെ ഗുരു എങ്ങനെയാണ് ആ സ്ത്രീനെ തോളിലിട്ടത്? അപ്പോൾ ശിഷ്യന് ഗുരുവിനോട് പിന്നെ സംസാരിക്കാൻ കഴിയില്ല, ആകെ ബുദ്ധിമുട്ട്. കുറേ നേരം സംസാരിക്കാതെ ഇങ്ങനെ നടന്ന് രാത്രി ആയപ്പം ശിഷ്യൻ അങ്ങനെ എല്ലാ ധൈര്യവും സമാഹരിച്ചിട്ട് അങ്ങോട്ട് പോയി ചോദിച്ചു, അന്യ സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ല എന്നിരിക്കെ ഗുരു എന്തിനാണ് ഈ സ്ത്രീനെ തോളിലിട്ടത്? അപ്പോൾ ഗുരു ഇങ്ങനെ വളരെ ചിരിച്ചുകൊണ്ട് വളരെ ക്ലാസിക് ആയിട്ടൊരു മറുപടി പറയുന്നുണ്ട്. ഗുരു പറഞ്ഞ മറുപടി ഇതാണ്, ഞാൻ ആ സ്ത്രീയെ ആ നദിക്കരയിൽ ഇറക്കി വെച്ചു, നീ ഇപ്പോഴും ആ സ്ത്രീയെ നിന്റെ തലയിൽ ചുമന്നുകൊണ്ടിരിക്കുകയാണ്, നീ ഇപ്പോഴും ആ സ്ത്രീയെ നിന്റെ തലയിൽ ചുമന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ ഏത് അവസ്ഥയിലാണ്, ഗുരുവിൻ്റെ അവസ്ഥയിലാണ്, ശിഷ്യൻ്റെ അവസ്ഥയിലാണ്? അതായത് നമ്മളുടെ ഓരോരോ ചിന്തകളെയും നമ്മളിങ്ങനെ പേറി നടക്കുകയാണ്. നമ്മൾ പലതിനെയും തലയിൽ ഇങ്ങനെ കുറേ കാലം പേറി ഇങ്ങനെ നടക്കുകയാണ്. ഇറക്കി വെക്കുക, ഓരോന്നിനെയും ഇറക്കി വെക്കാൻ പറ്റുന്ന സമയത്ത് പെട്ടെന്ന് ഇറക്കി വെക്കുക. അല്ല എങ്കിൽ അതിനെ ഭാരം പേറി നടക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും. അപ്പോൾ ഭാരത്തിന് എല്ലാ സമയം നദിക്കരയിൽ ഇറക്കി വെക്കുന്നത് പോലെ ഭാരത്തിന് എല്ലാ സമയവും ഇറക്കി വെച്ചുകൊണ്ടിരിക്കുക.